നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജടാടവീകളജ്ജല പ്രവാഹ പാഹിതസ്ഥലേ ഗളേ വലഭ്യ ലംബിതാം ഭുജംഗതുംഗ മാലികാം. എന്ന് വെച്ച എന്താ ചേച്ചി? ശിവസ്തുതിയുടെ ആരംഭം മോളെ. എല്ലാം തികഞ്ഞവനായ വിശ്വനാഥ, ഞങ്ങൾക്ക് മംഗളം തന്നെ അനുഗ്രഹിച്ചാലും എന്ന് ചൊല്ലി അവസാനിപ്പിക്കും. ഒരുപാടങ്ങ് പരിഹസിക്കണ്ട. ഒടുക്കം നിനക്ക് മംഗളം തരാൻ ഞാൻ തന്നെ വേണ്ടി വരും. അതിനാര് പരിഹസിച്ചു? ഞാനൊരു ശ്ലോകം ചൊല്ലിയതല്ലേ. അതെ, മനസ്സിലാകാത്ത ഭാഷ തെറി പറഞ്ഞാലും ഏട്ടൻ അത് മനസ്സിലാകും. അത് എന്റെ കുഴപ്പമല്ല. ഒരുപാടങ്ങ് നിഗളിക്കണ്ട. ഇതുവരെ എന്റെ അരങ്ങേറ്റം നമ്മൾ തമ്മിലുള്ള വെറും ഒരു കരാറ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെ അല്ല. വാശിയ, പ്രതികാരമാ. നിന്നെക്കാൾ നന്നായി നൃത്തം ചെയ്യും ഞാൻ എന്ന വെല്ലുവിളിയാ. തെറ്റുകൂടാതെ 2 സ്റ്റെപ്പ് ചെയ്തു കാണിക്കാൻ പറ്റുമോ എന്നല്ലേ നീ ചോദിച്ചത്? എന്നാൽ അതങ്ങനെയല്ല. നൃത്തം ചെയ്ത് നിന്നെ ഞാൻ തോൽപ്പിക്കും. അങ്ങനെ കരാറ് മാറ്റി എഴുതാനും ഞാൻ തയ്യാറാ. കാരണം എനിക്കെന്നിൽ നല്ല ആത്മവിശ്വാസമാണ്. നീ ജീവിതകാലം മുഴുവൻ പഠിച്ച നൃത്തം എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ ദിവസങ്ങൾ മതി. കാരണം അടിസ്ഥാനപരമായി ഞാനൊരു കലാകാരനാണ്. കൈവഴക്കമുള്ള ഒരു കലാകാരന് മാത്രമേ നല്ല കച്ചവടക്കാരനാകാൻ പറ്റൂ. ഞാനത് തെളിയിച്ചു തരാം. കാത്തിരുന്നു എല്ലാവരും. അറിയാലോ, ഏട്ടൻ പറഞ്ഞതാ. നിങ്ങൾ സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് പോലും ഇല്ല. ഏട്ടാ, ഏട്ടത് എന്തിനാ ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത്? പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റൂ? വേണ്ട, തോക്കണ്ട. നാളെ കാവില് ഏട്ടൻ ഡാൻസ് മത്സരത്തിന് എന്തോടുത്ത് കാണിക്കും. തെറ്റുകൂടാതെ 4 സ്റ്റെപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ് എന്തെങ്കിലും നീക്കമൊക്കെ നമുക്ക് കാണിക്കാം. ഇത് അതുപോലെയാണോ? ഇത്രയും വർഷം നൃത്തം പഠിച്ച് കലാതിലകവും നാട്യശ്രീയും ഒക്കെ ആയ ആ പെണ്ണുപിള്ള തോപ്പിക്കാന്നാണോ ഏട്ടൻ പറയുന്നത്? ദേ, ഇത്രേ അറിവുള്ള നാഗവല്ലി പോലും അവരോട് ഇതുവരെ ഒരു മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? ആ സ്വത്തുക്കൾ കൈക്കാലാക്കാനുള്ള അവസാനത്തെ ചാൻസ് കൊണ്ട് കളഞ്ഞില്ലേ ഏട്ടാ? എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതടാ. ഇനിയൊരു ദിവസം കൂടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമുക്ക് നോക്കാം. വലിച്ച് ഈ ഒറ്റ ദിവസം കൊണ്ട് ഏട്ടൻ ഈ പറയുന്ന അടവുകളൊക്കെ പഠിച്ചെടുക്കോ? എടാ, വേണമെന്ന് വെച്ചാൽ നടക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ എന്താടാ ഉള്ളത്? നമുക്ക് നോക്കാം. സർ, ഇതൊരു ചെറിയ കാര്യമല്ല. ചെറുതായാലും വലുതായാലും അതൊക്കെ നോക്കാനല്ലേ ഞാൻ നാഗവല്ലിയോടെ നിയമിച്ചിരിക്കുന്നത്. നാഗവല്ലിക്ക് ഒരു പരിധിയില്ലേട്ടാ. എടാ, നീ വെറുതെ എന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി കളയരുത് കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാം ഏട്ടന് ഇഷ്ടം പോലെ നടക്കട്ടെ. ചാവാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഞങ്ങളുണ്ട് കൂടെ കട്ടയ്ക്ക്. മതി,
അത് മതി. ആ. അങ്ങേർക്ക് മുഴുവൻ വട്ട. സ്വബോധമുള്ള ആരെങ്കിലും ഇതുപോലെ പോയി മുതലക്കുളത്തെടുത്ത് ചാടുവോ? ചുമ്മാ അങ്ങനെ തോറ്റു കൊടുത്താ പോരെ. അതിനെന്തിനിങ്ങനെ വെല്ലുവിളി കിടത്തുന്നത്? പക്ഷേ ഒന്നും കാണാതെ അങ്ങേര് കുന്തളിക്കുവോ? കുന്തളിക്കും. മാണിക്യമംഗലത്ത് വിശ്വനാഥനെ നന്നായിട്ട് അറിയാത്തതുകൊണ്ടാ നാഗവല്ലിക്ക് സംശയം. ഒരേ സമയം അതിബുദ്ധിമാനും അതേസമയം ലോക തോൽവിയുമാണ് ഈ വിശ്വേട്ടൻ. അയാളുടെ പിടിപ്പേടുകൊണ്ടല്ലേ ഈ കഥ ഇങ്ങനെയൊക്കെ ആയത്. പക്ഷേ ദേ ഇനി ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. നാളെ ഒരു കാരണവശാലും അങ്ങേര് ഈ മത്സരത്തിന് പങ്കെടുക്കരുത്. അങ്ങേര് പങ്കെടുത്തോട്ടെ, നമുക്കെന്താ? നാഗു എന്തോ ഈ പറയുന്നേ? രാമായണം മുഴുവൻ വായിച്ചിട്ട് സീതാരാമന്റെ കുഞ്ഞമ്മയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ചൂടാവാതെ. വിശ്വനാഥൻ പങ്കെടുത്താലും കാവേരി പങ്കെടുക്കാതിരുന്നാ പോരെ? പ്രതിപക്ഷ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ മത്സരം? മതി, അത് മതി. ആരെങ്കിലും ഒരാളുണ്ടാവാൻ പാടില്ല. ഈ മത്സരം നമുക്ക് എങ്ങനെയെങ്കിലും നീട്ടിവെക്കണം.